ബംഗാൾ ഗവർണർ CV ആനന്ദബോസിൻ്റെ ലൈംഗിക പീഡന പരാതിയിലാണ് ഔട്ട് ഓഫ് ഫോക്കസ് അടുത്തതായി സംസാരിക്കുന്നത്. പ്രമോദ് സാർ, അങ്ങനെ ഒരു അതായത് ഒരു ആരോപണം വരുന്നു, അധികാരം ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഈ പറയുന്ന സംരക്ഷണവും അധികാരവും ഒക്കെ കൊണ്ട് ആളുകൾ മാറി നിന്ന് പോവുക പല കാരണങ്ങൾ കൊണ്ട്. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ സംസാരിച്ച ഭയങ്കര അഹങ്കാരത്തോടെയാണ്. അവിടേക്ക് പോലീസിന് കടക്കാൻ പറ്റുന്നില്ല രാജ്ഭവൻ എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള കേസുകൾ മാറുന്നത് അത് ദോഷം ചെയ്യില്ല? അത് നമ്മുടെ ജനാധിപത്യത്തിന് നിരക്കുന്ന കാര്യങ്ങളാണോ നടക്കുന്നത്? അല്ല, ആനന്ദബോസ് നമ്മൾ വളരെ കാലം കേരളത്തിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ഓർക്കാവുന്നത് പിന്നെ ശബരിമല വിഷയത്തിൽ എന്ന് മാത്രമല്ല, നമ്മൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു. അപ്പോൾ ആ നിലക്കൊക്കെ നമുക്ക് നന്നായിട്ട് കേട്ടിട്ടുള്ള അറിവുള്ള ആളാണ്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളാരും അന്വേഷിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോഴതൊന്നുമല്ല വിഷയം. CV ആനന്ദബോസ് പശ്ചിമ ബംഗാൾ ഗവർണറാണ്. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം വന്നിരിക്കുന്നു. ഒരു തവണയല്ല, 2 തവണ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ മുതിർന്ന മാധ്യമപ്രവർത്തകയായ സാഗരിക ഘോഷക്ക് പറയുന്നത്. അപ്പോൾ അത്ര വലിയ ആരോപണമാണ് അവിടെ നിൽക്കുന്നത്. ആ പെൺകുട്ടി കരഞ്ഞ് പോലീസിനോട് തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതിൻ്റെ വിഷ്വൽ സഹിതം പുറത്തു വന്നതാണ്. അത് നമ്മളടക്കം ഇപ്പോൾ അത് നൽകിക്കഴിഞ്ഞു. അപ്പോൾ അവരാ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ അവരനുഭവിച്ച ഒരു പീഡനത്തിൻ്റെ ഒരു അളവ് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് ഒരു വ്യാജ പരാതിക്ക് പോലും ചിലപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വന്നു എന്നിരിക്കാം, ഞാനില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ? അദ്ദേഹത്തിനെതിരായ ഒരു പരാതി അന്വേഷിക്കാൻ പാടില്ല. അദ്ദേഹം അന്വേഷണത്തിന് അതീതനാണ്. ഗവർണർക്കെതിരായ ഒരു പരാതി പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. ഭരണഘടനയുടെ 361(1)(2) വകുപ്പുകൾ പ്രകാരം പിന്നെ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ എതിരായ ആരോപണങ്ങൾ പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുകയാണ്. രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും മൊത്തമായിട്ടും പോലീസിൻ്റെ അന്വേഷണവുമായി സഹകരിക്കരുത്, ഒരക്ഷരം അവരോട് പറയരുത്, ഒരു വെളിപ്പെടുത്തലും നടത്തരുത്, മൊഴി കൊടുക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്, രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് പിന്നിൽ എന്താണ്? ശരിയാണ്, ഭരണഘടനയിൽ ഒരുപക്ഷെ നമ്മുടെ പിന്നെ ഭരണഘടന കസ്റ്റോഡിയന്മാരായിട്ടുള്ള, നമ്മളത് മനസ്സിലാക്കണം, അതിൻ്റെ സംരക്ഷകരായിട്ടുള്ള ആളുകളാണ് രാഷ്ട്രപതിയും സംസ്ഥാനങ്ങളിൽ ഗവർണർമാരും ഒക്കെ അതിൻ്റെ സംരക്ഷകരാണ്. അല്ലാതെ മറ്റൊരു തരത്തിലല്ല അവർക്ക് ഈ പരിരക്ഷ കിട്ടുന്നത്. ഭരണഘടനയുടെ സംരക്ഷകരെന്ന നിലയിൽ അവർക്കെതിരെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നേരിട്ട് പോലീസ് അന്വേഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു അനാർക്കിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോയേക്കാം എന്നുള്ളതാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ കണ്ടിട്ടുള്ള കാര്യം. അല്ലാതെ എനിക്കിങ്ങനെ പരിരക്ഷയുള്ളതുകൊണ്ട് എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതല്ല. അതെ, ഗവർണർ എന്ന നിലയിൽ കൊലപാതകത്തിന് തുല്യം തന്നെയല്ലേ ധന്യ? ഒരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഒരാൾ മരിച്ചില്ലെന്നേ ഉള്ളൂ, അത്രയും വലിയൊരു മാനസിക ആഘാതം നേരിട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ഇങ്ങനെ എനിക്ക് പരിരക്ഷയുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഗവർണർമാർ എടുക്കുന്ന നിലപാടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് അതിനേക്കാൾ വലിയ അനാർക്കിയല്ലേ സൃഷ്ടിക്കുക? ഒരു പ്രഥമ പൗരൻ എന്ന നിലയിൽ, സംസ്ഥാനത്തെ പ്രഥമ പൗരൻ എന്ന നിലയിൽ ഗവർണറിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കടമകൾ എന്താണ്, ബാധ്യതകൾ എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അത് നിർവഹിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ മറിച്ച് താൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിക്ക് ഒരു പരിരക്ഷയായി ഭരണഘടന കോട്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരാൾ ഒരിക്കലും പാടില്ല. കാരണം ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് ഭരണഘടനാ പരിരക്ഷ ആ മനുഷ്യൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി ഈ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലാതെ കുറ്റം ചെയ്ത എന്ന് ആരോപിക്കപ്പെട്ട ഒരാൾക്ക് സർവ്വകാലവും ഈ ഭരണഘടനാ പരിരക്ഷ വഴി അന്വേഷണത്തെ അട്ടിമറിക്കാൻ കഴിയുക എന്നുള്ളതല്ല. ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന ആരോപണം, അതിനകത്ത് പരാതിക്കാരിയുണ്ട്, റിട്ടേൺ ആയിട്ടുള്ള പരാതി പോയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ ഗവൺമെന്റ് SCTA വെച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്തണമെങ്കിൽ ഒരുപക്ഷെ ഈ പരിരക്ഷ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്.
അതാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സംരക്ഷണം ആര് കൊടുക്കുന്നു? അത് തീർച്ചയായിട്ടും നമുക്ക് അറിയുന്നത് പോലെ BJP എന്ന പാർട്ടിയും കേന്ദ്ര ഗവൺമെന്റുമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. ഇന്ന് ഇതേവരെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പിന്നെ പ്രചാരണത്തിന് പോയിട്ടുണ്ട് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ പിന്നെ മറ്റ് BJP നേതാക്കൾ അവിടെ പ്രചാരണം നടത്തുന്നുണ്ട്, മറ്റെല്ലാ വിഷയവും പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. ഗവർണർ ആനന്ദ ബോസിനെതിരായിട്ടുള്ള ഈ ആരോപണത്തെക്കുറിച്ചോ, പ്രധാനമന്ത്രിയല്ലേ പിന്നെ ഓരോ തവണയും നാരീ സംരക്ഷണം അത് ഇത് എന്നൊക്കെ പറയുന്നുള്ള ഒരുപാട് പദ്ധതികളെ കുറിച്ചൊക്കെ വാചാലനാവുന്നത്? എന്തുകൊണ്ട് രാജ്ഭവനിലെ ഒരു ജീവനക്കാരിയുടെ പരാതി അന്വേഷിക്കപ്പെടേണ്ടതാണ്, അവൾക്ക് നീതി കിട്ടേണ്ടതാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല പ്രധാനമന്ത്രി? അപ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഭരണഘടന അതീതമായ സംരക്ഷണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഭരണഘടനാപരമായി ഉള്ളത് തീർച്ചയായിട്ടും കുറ്റവാളികൾക്ക് പിന്നെ എടുത്ത് പുതയ്ക്കാനുള്ള ഒരു പുതപ്പല്ല ഭരണഘടനയിലെ അത്തരം വകുപ്പുകളെന്ന് നമ്മൾ കാണണം. അല്ലെങ്കിൽ അവർക്ക് പരിരക്ഷ ഒരുക്കാനും അവരെ പിന്നെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ളതല്ല. അത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്തരം പരിരക്ഷകൾ, അതല്ലാതെ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് തീർച്ചയായും നമ്മൾ പിന്നെ അന്വേഷിക്കപ്പെടേണ്ട കേസാണ്. കൃത്യമായ വസ്തുതകളും തെളിവുകളും ഉണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു വലിയ വിഷയമായി തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ നൽകേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിഷാദ്, ഈ സാർ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് ഇത് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് എന്നുള്ളതാണ്. അപ്പം ഓരോ കേസുകൾ വരുമ്പോഴും നമുക്കറിയാം, ബ്രിജ്ഭൂഷൻ്റെ കേസ് വന്നപ്പോഴും എന്താണ് സംഭവിച്ചത്, ആരാണ് പിന്നീട് വീണ്ടും അപമാനിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായി കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ കേസുകളിലും പിന്നീട് വന്നിട്ടുള്ള എല്ലാ സ്ത്രീകളിലെ മോശമായി പെരുമാറിയ ഇല്ലെങ്കിൽ പീഡന കേസുകളിലെല്ലാം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു നീതി ആ പെൺകുട്ടിക്കോ ഇല്ലെങ്കിൽ ആരാണോ ബാധിക്കപ്പെടുന്നത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു. അത് എത്രത്തോളം അപകടമാണ് എന്നുള്ളത് നോക്കൂ. ഇതിനകത്ത് നേരത്തെ സാർ പറഞ്ഞ ആർട്ടിക്കിൾ 361 പരിരക്ഷ ഗവർണർക്ക് ഉപയോഗിക്കാമെങ്കിലും CV ആനന്ദബോസിന്റെ കോൺഫിഡൻസ് 361 അതിനേക്കാളും മുകളിലായി BJP സർക്കാരിന്റെ നോമിനിയാണ് താൻ എന്നതാണ്. കാരണം ഇതിനു മുൻപ് ഗവർണർമാർ രാജിവെച്ച ചരിത്രം നമുക്കറിയാവുന്നതാണ്. ആന്ധ്രാപ്രദേശിലൊക്കെ ഇതുപോലെ ഗവർണർമാർ രാജിവെച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, ഈ ഇത്തരം ലൈംഗിക പീഡന ആരോപണങ്ങളുടെ പേരിൽ പോലും. അപ്പം 361 പരിരക്ഷ ഒന്നിലദ്ദേഹം ഇപ്പം ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നും അദ്ദേഹം രാജിവെച്ച് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അദ്ദേഹം രാഷ്ട്രപതിക്ക് അനഭിമതനാവണം, രാഷ്ട്രപതി ഇതിനെ പെർമിറ്റ് ചെയ്യണം. അപ്പോൾ രാഷ്ട്രപതി പെർമിറ്റ് ചെയ്യുക, രാഷ്ട്രപതി ഇദ്ദേഹത്തെ നീക്കുക എന്ന് വെച്ചാൽ അത് BJPയുടെ രാഷ്ട്രീയ താല്പര്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു നൈതിക മൂല്യമൊന്നും മുന്നിൽ വെച്ചിട്ടല്ല രാഷ്ട്രപതി ഭവനിലെ തീരുമാനങ്ങൾ വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് CV ആനന്ദബോസിൻ്റെ കോൺഫിഡൻസ് എന്ന് ചോദിച്ചാൽ BJP തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നതാണ്. ഇതിന് മുമ്പ് നമുക്കൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, SI ബോബ്ഡേക്ക് മുമ്പ് രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹമാണ് ഈ ബാബരി മസ്ജിദ് കേസിലൊക്കെ വിധി പറയുമ്പം CJ അദ്ദേഹമാണ്. പിന്നീട് ഇത് അസമിൽ നിന്ന് MP ആയി കേട്ടോ. അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പീഡന ആരോപണം അദ്ദേഹം CJ ആയിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. ആ ആരോപണത്തിൽ അവസാനം അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. അദ്ദേഹം തന്നെ പവറിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ കമ്മിറ്റി അവർ തന്നെ അന്വേഷിക്കുന്നു, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. ഈ ആഭ്യന്തര അന്വേഷണ സമിതി തനിക്ക് നീതി തരുന്നില്ല, താൻ പറയുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല, തൻ്റെ മൊഴിയെല്ലാം രേഖപ്പെടുത്തുന്നില്ല, തനിക്ക് പ്രോപ്പറായ അഭിഭാഷകനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അതിജീവത ഇതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പിന്മാറുന്നവരെ ഉണ്ടായി. എന്നിട്ടും അത് ഈ രാജ്യം പരിഗണിച്ചില്ല, ഇവിടുത്തെ നീതിപീഠം പരിഗണിച്ചില്ല, നമ്മുടെ നീതിപീഠവുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിലൊന്നും അവരുടെ വിലാപം കേട്ടില്ല. ഇയാൾ കുറ്റവിമുക്തനായി. പിന്നീട് ഇയാൾ എന്താണ്, ഇയാൾ എവിടെ റിവാർഡ് ചെയ്യപ്പെടും നമ്മൾ കാണുകയാണ്. എവിടെയാണ്? അസമിൽ പോയി BJP ഇയാളെ MP ആക്കി നോമിനേറ്റ് ചെയ്യുകയാണ്, സച്ചിനെയൊക്കെ UPA സർക്കാരിൻ്റെ കാലത്ത് ചെയ്തതുപോലെ. അതിന് സമാനമായ ഒന്നാണിത്. പവർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ വിലാപത്തെ അടിച്ചമർത്തി വയ്ക്കുക, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് CV ആനന്ദബോസ് എന്നെ താഴെ ഇറക്കാനാണ് ശ്രമം, അത് ഞാൻ വിട്ടുതരില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടല്ല. എൻ്റെ കയ്യിൽ പവറുണ്ട്, ആ പവർ കൊണ്ട് ഞാൻ ഏത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സംഗതിയും ഞാൻ മൂടി വയ്ക്കും, എനിക്ക് തടയാൻ കഴിയും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അത് ഈ രാജ്യത്തെ സംബന്ധിച്ച് അപകടകരമാണ്. അത് BJP ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ചു പോരുന്ന ഒരു പോളിസിയുടെ എക്സ്റ്റൻഷനാണ് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഉന്നാവിലായാലും കത്തുവയിലായി. ഇപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. നരേന്ദ്രമോദി 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രത്യേകമായ പദ്ധതികളും പ്രത്യേകമായ ഊന്നലും എൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അദ്ദേഹം എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2022 സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം അമൃത് മഹോത്സവം നാരീ ശക്തി പ്രഖ്യാപിക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള
ഒരക്രമവും വെച്ച് പൊറുപ്പിക്കില്ല. അതിൻ്റെ അവസാനം താണി അടിക്കാൻ വന്നയാളാണ് ഞാനെന്ന് അദ്ദേഹം പറയും. അപ്പോഴാണ് നമ്മൾ കത്വയിലെക്കുറിച്ച് ഓർക്കുന്നത്, ഉന്നാവിനെക്കുറിച്ച് ഓർക്കുന്നത്, ഹാത്രസിനെക്കുറിച്ച്, ബിൽക്കിസ് ബാനുവിനെക്കുറിച്ച്, മണിപ്പൂരിനെക്കുറിച്ച്, ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നത് 2014 മുതൽ 2022 വരെ 30%-ലധികം അത് വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് തടയാൻ ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളായിട്ടുള്ള പെൺകുട്ടികളെ, സ്ത്രീകളെ പീഡിപ്പിച്ചയാളുടെ മകന് സീറ്റ് കൊടുത്ത് അയാളെ ആദരിക്കുകയാണ് പിന്നെയും ആ പാർട്ടി ചെയ്യുന്നത്. ഈ കുൽദീപ് സിംഗ് സെൻഗാർ എന്ന് പറഞ്ഞ ഉന്നാവ് കേസിലെ 17-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഈ രാജ്യത്ത് എന്തുമാത്രം സമരം ഉണ്ടായി? സർക്കാർ ഇത് പരിഗണിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ അനുഭവം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആർക്ക് കോൺഫിഡൻസ് കൂടിയാണ്? ആനന്ദ് ബോസിന് കോൺഫിഡൻസ് കൂടിയാണ്. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ്, ഇപ്പുറത്ത് കുൽദീപ് സിംഗ് സെൻഗാർ നിൽക്കുകയാണ്. മറ്റ് മന്ത്രിമാരെമ്പാടും മന്ത്രിമാരും നേതാക്കളുമായിട്ടുള്ള ആളുകൾ ഈ പീഡന കേസുകളിൽപ്പെട്ട ആളുകൾ, അവർക്കെതിരെ ഒന്നും ആദരണീയനായ പ്രധാനമന്ത്രി എവിടെ ഒരു അക്ഷരം ശബ്ദിക്കുന്നില്ല. അതുകൊണ്ട് ഇതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല. BJP അതിൻ്റെ പവർ ഉപയോഗിക്കും, ഭരണഘടനയുടെ സാധ്യതകൾ ഉപയോഗിക്കും. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഭരണഘടനയെ നീതിയുക്തമായി നടത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് ഭരണഘടന ഈ പറയുന്ന ആളുകളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഭരണഘടന എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് അത് ഞങ്ങളുടെയാണ്, ഞങ്ങളെ ആരെയും തൊടാൻ പറ്റില്ല എന്ന വ്യക്തിപരമായി അത് ഉപയോഗിക്കലല്ല അവരുടെ ഉത്തരവാദിത്തം. മറിച്ച് അതിൻ്റെ കസ്റ്റോഡിയന്മാരായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അതിനെ നീതിയുക്തമായി പ്രയോജനപ്പെടുത്തുക, ഒരു അനീതിയുടെ പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, പ്രിവിലേജ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നീതി. നിർഭാഗ്യവശാൽ നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. CV ആനന്ദ ബോസ് ഈ പ്രിവിലേജും ഈ പവറും ഈ കവറും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് അദ്ദേഹം ധാർമ്മികമായി ഇതിൽ നിന്ന് കുറ്റക്കാരനല്ലാതാവുന്നില്ല. അദ്ദേഹത്തിന് മേലുള്ള കറ കൂടുതൽ ഡെപ്ത് ഉള്ളതായി മാറുന്നുള്ളതാണ് നമ്മൾ കണ്ട കാര്യം.